വികസിത കേരളത്തിനൊപ്പം വികസിത മൂന്നാർ എന്നതും ബിജെപിയുടെ ലക്ഷ്യമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ബിജെപി ഭരിക്കാൻ പോകുന്ന കാലമാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മൂന്നാറിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിനും സിപിഎമ്മിനും താൽപ്പര്യമില്ല. ജനങ്ങൾ വിഭജിക്കുകയെന്ന രാഷ്ട്രീയമാണ് ഇരു പാർട്ടികൾക്കുമുള്ളത്. കഴിഞ്ഞ 11 വർഷം യാതൊരു അഴിമതിയുമില്ലാതെ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചു വരുന്ന സർക്കാരാണ് മോദി സർക്കാരെന്നും രാജീവ് ചന്ദ്രശേഖർ മൂന്നാറിൽ പറഞ്ഞു. നമ്മൾ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുമ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരിക്കണം വികസിത മൂന്നാർ. അതിനുവേണ്ടി ഈ ഇലക്ഷൻ മൂന്നാറിന്റെ ഭാവിക്ക് വേണ്ടി, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ ഇലക്ഷനിൽ ബിജെപി NDA ജയിക്കും എന്ന് നമ്മൾ ഇന്ന് തീരുമാനിക്കണം. മിന്നാന്ന് ഞങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് 45 വയസ്സായ ഒരു യുവ നാഷണൽ പ്രസിഡന്റ് കൊച്ചിയിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി ബിജെപിന്റെ വളർച്ചയുടെ കാലങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി ബിജെപി ഭരിക്കാൻ പോകുന്ന കാലമാണ്, NDA ഭരിക്കാൻ പോകുന്ന കാലമാണ്. ഇങ്ങനെ ഒരു സൗന്ദര്യമുള്ള ഒരു സ്ഥലം, പക്ഷേ അതിനുവേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടേ? മൂന്നാർ ടൗൺഷിപ്പിൽ ഇന്നും ഒരൊറ്റ ടോയ്ലറ്റ് ഇല്ല. എന്നിട്ടാണോ ടൂറിസം വരാൻ പോകുന്നത്? ഈ നാടിന് എത്രയോ സാധ്യതയുണ്ട്, അനന്ത സാധ്യതകളാണ്. പക്ഷേ ഈ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ രാഷ്ട്രീയം, CPM-ന്റെ രാഷ്ട്രീയം, ഈ സാധ്യതയെ കുറിച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല, താല്പര്യമില്ല. സാധ്യത യാഥാർത്ഥ്യമാക്കണം എന്ന് അവർക്കൊരു ബോധം, അവർക്കൊരു ആവശ്യമില്ല. കാരണം എന്താണ്? അവരുടെ രാഷ്ട്രീയം ജനങ്ങളെ വിഭജിക്കുക, എന്തെങ്കിലും പറയാ, വിഡ്ഢിയാക്കുക. കഴിഞ്ഞ 11 കൊല്ലം ഒരു അഴിമതിയുമില്ലാണ്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എത്രയോ ക്ഷേമ പദ്ധതികളും എത്രയോ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി 25 കോടി പാവങ്ങളെ ദാരിദ്ര്യത്തിൽ പുറത്തു കൊണ്ടുവന്നു. ഇതാണ് നരേന്ദ്രമോദി ചെയ്തത്. കുടിവെള്ളം, PM കിസാൻ, കർഷകർക്ക് വേണ്ടി പദ്ധതികൾ, ഒരു സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്.